പ്രേക്ഷകരെ, ഈ മണിക്കൂറിലെ വാർത്തകൾ വിശദമായി നമുക്ക് നോക്കാം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളിൽ തീരുമാനം ജനവികാരം പരിഗണിച്ചെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി. ചർച്ച മുസ്ലിം ലീഗ് കാര്യമാക്കുന്നില്ല. ചർച്ചകൾ സ്വാഭാവികമാണ്. UDF രീതി അനുസരിച്ച് കോൺഗ്രസിൽ നിന്നൊരാൾ മുഖ്യമന്ത്രിയാകും. ഉപമുഖ്യമന്ത്രി ചർച്ച അരോചകമാകുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇടതുപക്ഷ മുന്നണിയുടെ പരമ്പരാഗത സീറ്റുകളിലൊക്കെയാണ് വൻ മത്സരം ഉള്ളത് എന്ന് എല്ലാവരും യുനാനിമസായി വിലയിരുത്തുന്നുണ്ട്. UDFൻ്റെ പരമ്പരാഗത സീറ്റുകളിലൊന്നും അത്തരത്തിലുള്ള ഒരു ചാലഞ്ചേ ഇല്ല. അപ്പോൾ അതിൽ നിന്ന് UDFന് ഭൂരിപക്ഷം കിട്ടും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ അതൊരു ട്രെൻഡായി വേവായി വരികയാണെങ്കിൽ നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. UDFൻ്റെ മെത്തേഡ് അനുസരിച്ച് ഏറ്റവും വലിയ കക്ഷി, മുന്നണിക്ക് നേരിടുന്ന കക്ഷി എന്നുള്ളയാൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രി. UDFൻ്റെ മുഖ്യമന്ത്രിയാവുമ്പോൾ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ UDF ഘടകകക്ഷികളൊക്കെ ആയിട്ട് കോൺഗ്രസ് നേതൃത്വം ചർച്ച ചെയ്യും. ഇത് ആദ്യത്തെ പ്രാവശ്യമൊന്നുമല്ലല്ലോ കേരളത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കുന്നത്. അദ്ദേഹം ചോദിച്ച പോലെ തന്നെ ആദ്യത്തെ പ്രാവശ്യമൊന്നും അല്ലല്ലോ കേരളത്തിലെ ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്. പക്ഷേ പൂർണ്ണ ആത്മവിശ്വാസമാണ് UDF ഗവൺമെന്റ് ആണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യം.